തിപ്പലി കുരുമുളക് ഇനത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ്. കുരുമുളകിന്റെ അതേ പരിചരണമാണ് തിപ്പലിക്കും നമ്മൾ കൊടുക്കേണ്ടത്. എന്നാൽ കുരുമുളക് നട്ടു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പലതരം രോഗബാധയാൽ നശിച്ചു പോകുവാൻ ഇടയുണ്ട്. എന്നാൽ തിപ്പലിക്ക് സാധാരണയായി ഒരു രോഗബാധയും ഉണ്ടാവാറില്ല. വലിയൊരു പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് തിപ്പലി. കുരുമുളക് കൃഷി ചെയ്യുന്ന പോലെ തിപ്പലിയുടെ തണ്ട് മുറിച്ചു നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. തെങ്ങിലോ ചീമക്കൊന്നയിലോ മുരിക്കിലോ ഒക്കെ ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നട്ടു കഴിഞ്ഞാൽ പിന്നെ കെട്ടിക്കയറ്റി വിടുക പോലും ആവശ്യമില്ല. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള തിപ്പലിക്ക് വിപണിയിൽ അത്യാവശ്യം ആവശ്യക്കാരുണ്ട്. സാധാരണയായി തിപ്പലിയുടെ കായ, വേര് തുടങ്ങിയവയാണ് ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ആയുർവേദ മരുന്നുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തിപ്പലി. മിക്കവാറും എല്ലാ ആയുർവേദ മരുന്നിലും തിപ്പലി ഒരു ഘടകമായി ഉണ്ട്. ഉണങ്ങിയ തിപ്പലിയുടെ വിപണി വില ഇപ്പോൾ ഏകദേശം 1000 രൂപയുടെ അടുത്താണ്. മഴക്കാല ആരംഭത്തിലാണ് തിപ്പലി കൃഷി ചെയ്യേണ്ടത്. തിപ്പലിയിൽ തിരികളായാണ് കായകൾ ഉണ്ടാവുന്നത്. തിരിയായിട്ടുണ്ടാകുമ്പോൾ പച്ച കളറിലും മൂപ്പെത്തി കഴിയുമ്പോൾ നല്ല ചുവന്ന കളറിലും എത്തും. നല്ല ചുവപ്പാകുന്നതിന് മുമ്പ് പറിച്ച് നല്ല വെയിലത്ത് ഉണക്കി സൂക്ഷിച്ചാൽ മതി. പച്ചയ്ക്ക് രുചിച്ചു നോക്കിയാൽ കുരുമുളകിൻ്റേതുപോലെ നല്ല എരിവുള്ളതാണ് തിപ്പലിയും. ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ വെള്ളം കുറച്ച് ആവശ്യമുള്ള ഒന്നാണ് തിപ്പലിയും. അതുകൊണ്ട് കൃഷി ചെയ്ത് നോക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.